ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്ത് കൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 7, 8, 9 വാക്യങ്ങൾ. വഞ്ചനപ്പെടാതിരിപ്പീൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ആകിയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ദൈവത്തെ പരിഹസിച്ചുകൊണ്ട് കാര്യമില്ല, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. അപ്പോൾ ഈ വിധയെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ ഉടനീളം കാണാനായിട്ട് സാധിക്കും. ഈ ലോകത്തിൻ്റെ വിധയെക്കുറിച്ച് ഉൽപ്പത്തി മുതൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള വിധയെക്കുറിച്ചും അതിൻ്റെ കുറിച്ചും നമുക്ക് വേദഭാഗത്തിൽ അനേക ഭാഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് മത്തായി എഴുതിയ സുവിശേഷം കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ പല കാര്യങ്ങളും ജനത്തെ മനസ്സിലാക്കി കൊടുത്ത് ഉപമകളായിട്ടാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൽ അവിടെ വിധയെക്കുറിച്ചും വിതയ്ക്കുന്നവനെക്കുറിച്ചും എങ്ങനെയൊക്കെ വിധിച്ചാൽ അത് ഏത് സ്ഥലത്ത് വീണാൽ അതിൻ്റെ ഫലം കായ്ക്കും, എങ്ങനെയൊക്കെ ഫലം കായ്ക്കും, എന്താണ് വിതയ്ക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഉപമകളായിട്ട് കർത്താവ് പാടുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വിതയ്ക്കുക, കൊയ്യുക എന്നുള്ളത്. അപ്പോൾ വിതയും കൊയ്ത്തും വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമായതുകൊണ്ട് നാം എല്ലാവരും ആ വിഷയം അറിഞ്ഞിരിക്കേണ്ടതും അത്യാവശ്യമാണ്. വിതയെക്കുറിച്ചും കൊയ്ത്തിനെക്കുറിച്ചും ഒത്തിരി വേദഭാഗങ്ങൾ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിത എന്ത്, ഈ വിത ഇവിടെ കർത്താവ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ആ വാക്യം നമുക്ക് ഇവിടെ പറയുകയാണ്, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. അപ്പോൾ വിതയ്ക്കുന്നവൻ അറിഞ്ഞിരിക്കേണ്ട വിധയെക്കുറിച്ചും കൊയ്ത്തിനെക്കുറിച്ചുമാണല്ലോ ഇവിടെ പറയുന്നത്. വിതയ്ക്കുന്നവൻ അറിയേണ്ട 4 പ്രധാനപ്പെട്ട സത്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ 4 പ്രധാനപ്പെട്ട സത്യങ്ങൾ ഈ വചനത്തിലുള്ളത് കൊണ്ട് നമുക്ക് ആ 4 പ്രധാനപ്പെട്ട സത്യങ്ങൾ വിധിയോടുള്ള ബന്ധത്തിൽ എന്താണെന്ന് ഇന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായിട്ട്, കൊയ്യുവാൻ വേണ്ടിയാണ് നാം വിതയ്ക്കുന്നത്, അഥവാ വിതയ്ക്കുന്ന വ്യക്തി കൊയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പ്രകൃതിയിലേക്കൊന്ന് നോക്കിയാൽ നമുക്കിതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ഒരു നല്ല റോസയുടെ ചെടി കൊണ്ടുവന്ന് നടുന്നത് നമുക്ക് റോസാപ്പൂ കിട്ടാൻ വേണ്ടിയാണ്. കുറേ നാൾ കിട്ടി, നമ്മൾ വർഷങ്ങളോളം അതിനു വേണ്ടി കാത്തിരുന്ന് എല്ലാം ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ നാം അത് വെട്ടിക്കളയും. കാരണം അതിൻ്റെ ഫലം കിട്ടുവാൻ വേണ്ടിയാണ്, കൊയ്യുവാൻ വേണ്ടിയാണ് നാം വിതയ്ക്കുന്നത്. അതുപോലെ തന്നെ നാം എല്ലാവരും പച്ചക്കറികൾ നടുന്നവരാണ്. പച്ചക്കറികൾ അപ്പോൾ നടുന്നത് നമുക്കതിൽ നിന്ന് വെണ്ടയ്ക്ക, പാവയ്ക്ക, പച്ചമുളക്, കാന്താരിമുളക് ഇതൊക്കെ കിട്ടുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചെടികൾ നടുന്നത്. അല്ലാതെ ചുമ്മാതെ ഷോയ്ക്ക് വേണ്ടിയല്ല നമ്മൾ പച്ചക്കറികൾ നടുന്നത്. അപ്പോൾ അതിൽ നിന്ന് വളരെ വ്യക്തം നാം എന്തിനു വേണ്ടിയാണ് ഇത് നടുന്നത്? കൊയ്യുവാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ നാം മരങ്ങളിലേക്ക് നോക്കിയാലും ഒരു ചക്കക്കുരു നമ്മൾ കുഴിച്ചിടുന്നത് നമുക്ക് പ്ലാവുണ്ടാകണം, അതിൽ നിന്ന് ചക്കപ്പഴം കിട്ടണം എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ ആ ചക്കക്കുരു കുഴിച്ചിടുന്നത്. അതുപോലെ തന്നെ നമ്മൾ നല്ല ഫ്ലവറിങ് പ്ലാന്റ്, അതുപോലെ തന്നെ കാണാൻ ഭംഗിയുള്ള ചെടികൾ കുഴിച്ചിടുന്നതിൻ്റെയും ഉദ്ദേശം അതുതന്നെയാണ്. അത് നമ്മുടെ വീടിനെ മനോഹരമാക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു സത്യം നമുക്ക് ഒരു പ്രധാനപ്പെട്ടൊരു സത്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കൊയ്യുവാൻ വേണ്ടിയാണ് നാം വിതയ്ക്കുന്നത്, അഥവാ വിതയ്ക്കുന്ന വ്യക്തി കൊയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അതൊന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തേതായിട്ടുള്ള കാര്യം, വിതയ്ക്കുമ്പോൾ ഏത് വിത്ത് വിതച്ചുവോ
അതിൻ്റെ തന്നെ ഫലം നാം കൊയ്യും. അപ്പോൾ ഇവിടെ അത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അല്ല, നമ്മൾ ഈ ലോകത്തിലേക്ക് നോക്കിയാലും അത് തന്നെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. മുള്ള് നമ്മൾ കുഴിച്ചിട്ടാൽ മുള്ളിൽ നിന്ന് ഒരിക്കലും മുന്തിരിങ്ങ ഉണ്ടാകത്തില്ല. മുന്തിരിയുടെ ചെടി നമ്മൾ കുഴിച്ചിട്ടാൽ മുന്തിരിങ്ങ ഉണ്ടാകും. അതുപോലെ തന്നെ മറ്റുള്ള ചീത്ത ചെടികളാണ് നമ്മൾ കുഴിച്ചിടുന്നതെങ്കിൽ അതിൻ്റെ ഫലമേ ഉണ്ടാകത്തുള്ളൂ. അല്ല, നമ്മൾ ചെടി ഒരെണ്ണം നന്നായിട്ട് നല്ല വളമൊക്കെ ഇട്ട് ഒരു വിത്ത് ആവശ്യമില്ലാത്ത വിത്ത് വിധിച്ചിട്ട് അതിന് വളമൊക്കെ കൊടുത്തു അതിന് നന്നായിട്ട് ശുശ്രൂഷിച്ചതുകൊണ്ട് അതിൽ നിന്നൊരിക്കലും നമുക്ക് നല്ല ഫലം കിട്ടുവാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഏത് വിത്താണോ വിതച്ചത് അതിൻ്റെ ഫലം തന്നെയാണ് നാം കൊയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൽ അത് ഒന്നും കൂടെ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. അതിൻ്റെ 16-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാം. 16-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ? നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലം കായ്പാൻ കഴിയുകയില്ല. അപ്പോൾ ഇവിടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഈ ദൈവത്തിൻ്റെ വചനം തന്നെ പറയുകയാണ്. എന്താണ്? മുള്ളുകളിൽ നിന്ന് ഒരിക്കലും മുന്തിരിപ്പഴം ഉണ്ടാകത്തില്ല. ഞെരിഞ്ഞിലുകളിൽ നിന്ന് മുന്തിരിപ്പഴം ഒക്കത്തില്ല. മുന്തിരി കുഴിച്ചിട്ടതിന് ശേഷം അതിൽ നിന്ന് നമുക്ക് ഞെരിഞ്ഞില് അല്ലെങ്കിൽ മുള്ളോ കിട്ടുകയില്ല. അപ്പോൾ രണ്ടാമത്തേതായിട്ടുള്ള സത്യം നമുക്കറിയാം, വിതയ്ക്കുമ്പോൾ ഏത് വിത്ത് വിതച്ചോ അതിൻ്റെ തന്നെ ഫലം നാം കൊയ്യും. മൂന്നാമതായിട്ട് നമുക്ക് അത് വിതയ്ക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യമുണ്ട്, വിതയ്ക്കുന്നതിലും അധികം നാം കൊയ്യും. അത് നമുക്ക് ഈ ലോകത്തിലേക്കൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് ഈസി ആയിട്ടത് മനസ്സിലാക്കും. നമ്മൾ ഒരു മാങ്ങേണ്ടി കുഴിച്ചിട്ടു, അത് വളർന്നു വലുതായി നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ആദ്യത്തെ വർഷം തന്നെ എത്രയോ മാങ്ങ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തീർന്നില്ല. പിറ്റേ വർഷം അതിൽ കൂടുതലുണ്ടാകും. വർഷങ്ങളോളം ആ ഒരു മാവിൽ നിന്ന് അനേക ഫലങ്ങളാണ് നമുക്ക് കിട്ടാനായിട്ട് സാധിക്കുന്നത്. ഒരു മാങ്ങേണ്ടിയിൽ നിന്ന് ഒരു ചക്കക്കുരു നമ്മൾ കുഴിച്ചിട്ടാൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു പ്ലാവിൽ നിന്ന് അനേക വർഷങ്ങളായിട്ട് അനേക ചക്കപ്പഴമാണ് നമുക്ക് കിട്ടുന്നത്. അല്ലാതെ ഒരിൽ നിന്ന് ഒന്നല്ല കിട്ടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ വർഷങ്ങളോളം നമുക്ക് മാങ്ങ അനുഭവിക്കാനായിട്ട് സാധിക്കും. നല്ല ഇനമായിട്ട് നല്ലൊരു മാവ് കുഴിച്ചിട്ടാൽ അതിൽ നിന്ന് വർഷങ്ങളോളം നമുക്കതിൻ്റെ ഫലം അനുഭവിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് ചീത്ത ഒരു ചെടിയാണ് നമ്മുടെ പറമ്പിൽ കുഴിച്ചിടുന്നതെങ്കിൽ അതിൽ നിന്നും വർഷങ്ങളോളം ആ ചീത്തയായിട്ടുള്ള ഫലം തന്നെ പുറപ്പെടുവാനായിട്ട് ഇടയായിട്ട് തീരും. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ വചനം ഈ ദൈവത്തിൻ്റെ വചനം ഈ പറയുമ്പോൾ വിതയ്ക്കുന്നവൻ നാം അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള മൂന്നാമതായിട്ടുള്ള സത്യമാണ്, വിതയ്ക്കുന്നതിലും അധികമായിട്ട് നാം കൊയ്യും. നമുക്ക് ഒരു വാക്യം വായിക്കാം. ഹോശേയയുടെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഹോശേയ 8-ന്റെ 7-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവർ കാറ്റ് വിതച്ചു, ചുഴലിക്കാറ്റ് കൊയ്യും. അത് പറയാം, അതിന് തണ്ടില്ല, ഞാറ് മാവിനെ നിൽക്കുകയില്ല, നൽകിയാൽ അന്യജാതികൾ അതിനെ വിഴുങ്ങുകയില്ല. ഇവിടെ പറയുകയാണ്, 7-ാം വാക്യത്തിൽ പറയുകയാണ്, അവർ കാറ്റാണ് വിതച്ചത്. എന്താ കൊയ്തത്? ചുഴലിക്കാറ്റ് കൊയ്തു. കാറ്റ് വിതച്ചാൽ ഒരിക്കലും കാറ്റ് തന്നെ കൊയ്യത്തില്ല, ചുഴലിക്കാറ്റ് തന്നെ കൊയ്യും. ഞെരിഞ്ഞിൽ കുഴിച്ചിട്ടാൽ ഞെരിഞ്ഞിലിൻ്റെ ഫലം ഒരു വർഷമല്ല, ഒരു ഞെരിഞ്ഞിലല്ല തിരിച്ചു കിട്ടുന്നത്, അനേക ഞെരിഞ്ഞിലുകൾ. ഒരു മുള്ളിൻ്റെ ചെടി കുഴിച്ചിട്ടാൽ വർഷങ്ങളോളം മുള്ള് കാരണം നമുക്ക് അത് ഉപദ്രവത്തിന് കാരണമായിട്ട് തീരും. ഒരു മാവ് കുഴിച്ചിട്ടാൽ വർഷങ്ങളോളം നമുക്ക് മാങ്ങ അതിൽ നിന്ന് അനുഭവിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് മൂന്നാമത് നാം അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള, വിതയ്ക്കുന്നവൻ അറിഞ്ഞിരിക്കേണ്ട കാര്യം, വിതയ്ക്കുന്നതിലും അധികം കൊയ്യുമെന്നുള്ളതാണ്. നാലാമതായിട്ട് നാം അറിഞ്ഞിരിക്കേണ്ട സത്യം, വിത്ത് ഏതെന്നറിയാൻ പാടില്ലാതെ വന്നാലും
നാം വിതച്ചത് കൊയ്തേ മതിയാകുകയുള്ളൂ. അത് നമുക്ക് വേണം. വിത്ത് ഏതാന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു ഫ്രണ്ട് കുറച്ച് വിത്ത് തന്നു. അപ്പോൾ അവൾ പറഞ്ഞു ഇത് വെണ്ടയ്ക്കയുടെ വിത്താന്ന് പറഞ്ഞു. വെണ്ടയ്ക്കയുടെ വിത്താന്ന് പറഞ്ഞ് നമ്മൾ ആ വെണ്ടയ്ക്കയാണല്ലോ എന്നോർത്ത് കുഴിച്ചിട്ട് നല്ലതായിട്ടൊക്കെ വന്ന് കുഴിച്ചിട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഒരു കാട്ടുചെടിയുടെ വിത്തായിരുന്നു അത്. അപ്പോൾ വിത്ത് ഏതാണെന്ന് നമുക്കറിഞ്ഞ് ഫലം വന്നപ്പോൾ എന്തിൻ്റെ ആ കാട്ടുചെടിയുടെ ഒരു കയ്പ പോലെയുള്ള സാധനമാണ് ഫലമായിട്ട് കിട്ടിയത്. അത് ഒന്നിനും കൊള്ളൂലാത്തതായിട്ട് വന്നു. വിത്ത് ഏതാണെന്ന് നമുക്കറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ഫലം കിട്ടുമ്പോൾ വിത്ത് ഏതാണെന്ന് അറിയത്തില്ലെങ്കിലും നാം വിതച്ച വിത്തിൻ്റെ ഫലം കിട്ടുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നാം അറിയാതെ വിത്ത് വിതച്ചാൽ അറിയാതെ ചെയ്ത പ്രവൃത്തികൾക്കും നമ്മൾക്ക് ആ പ്രവൃത്തികൾക്ക് അനുസരിച്ചാണ് നമുക്ക് കിട്ടുകയുള്ളൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അറിയാതെ നമ്മൾ വിത്ത് വിതച്ചാലും അതിൻ്റെ ഫലം നാം കൊയ്തേ സാധിക്കുകയുള്ളൂ. അതിൻ്റെ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൽ അതിനൊരു ദൃഷ്ടാന്തം കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ തിരുവായ്മൊഴി കൊണ്ട് സംസാരിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിൽ മത്തായി 13:24 മുതലുള്ള വാക്യത്തിൽ പറയുകയാണ്, അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശമാകുന്നു. മനുഷ്യൻ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രു വന്നു കോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ച് പോയി കളഞ്ഞു. ഞാറ് വളർന്നപ്പോൾ കതിരായപ്പോൾ കളയും കാണായി വന്നു. അപ്പോൾ വീട്ടുടയവൻ്റെ ദാസന്മാർ അവൻ്റെ അടുക്കൽ ചെന്നു, യജമാനെ, വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത്, പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടുത്തെ എക്സാമ്പിളിൽ പറയുകയാണ്, യജമാനൻ ഒരു നല്ല വിത്താണ് വിതച്ചത്, എന്നാൽ ദുഷ്ടൻ അതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്ന് കള വിതച്ചു. നല്ല വിത്തിൻ്റെ ഇടയ്ക്കാണ് കള വിതച്ചതെങ്കിൽ, നല്ല വിത്തിനും കൂടെയാണ് കള വിതച്ചതെങ്കിലും എന്ത് പറ്റും? കളയും വിതച്ചതും അതിൻ്റെ കൂടെ കൊയ്യും, വിത്ത് വിതച്ചതും അതിൻ്റെ കൂടെ പറയും. ഇവിടുത്തെ യജമാൻ വളരെ ഒരു ഇതായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് അപ്പോൾ വളരെ പറയുന്നുണ്ട്, അതിൻ്റെ ഈ ശത്രു ചെയ്തതാകുന്നെന്ന് അവൻ അവരോട് പറഞ്ഞു. ഞങ്ങൾ പോയി അത് പറിച്ചു കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു. അതിനവൻ ഇല്ല, പക്ഷേ കള പറിക്കുമ്പോൾ കോതമ്പും കൂടെ പിഴുതു പോകും, രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്ത് കാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുമ്പേ കള പറിച്ചു കൂട്ടി ചുട്ടുകളയേണ്ടതിനെ കൊടുക്കുകയും ചുട്ടുകളയേണ്ടതിനെ കെട്ടുകളായി കെട്ടുവാനും ഗോതമ്പ് എൻ്റെ കളപ്പുരയിൽ കൂട്ടിവെപ്പാനും കൽപ്പിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. വിത്ത് ഏതെന്ന് ഇവിടെ ദുഷ്ടനാണ് വിത്ത് വിതയ്ക്കാനായിട്ട് വന്നത്. എന്നിട്ടും ആ കള നല്ല വിത്തിൻ്റെ കൂടെയാണ് വിതച്ചത്. എന്നാലും കളയുടെ ഫലം ഉണ്ടായി, നല്ല വിത്തിൻ്റെയും ഫലമുണ്ടായെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ വിതയ്ക്കുന്ന നാം അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സത്യമാണ് പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് നാം ഇന്ന് ചിന്തിക്കുവാനായിട്ട്. ഇതിനെക്കുറിച്ച് 4 കാര്യങ്ങളെക്കുറിച്ചും വിശദമായിട്ട് ഓരോന്നിനെക്കുറിച്ചും നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ചിന്തിച്ചതായിട്ടുള്ള കാര്യം ആ ഗലാത്യ ലേഖനത്തിൽ നമുക്ക് കാണുന്നത് അവിടെ പ്രധാനപ്പെട്ട ഒരു സത്യമാണ് കർത്താവ് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പറയുകയാണ്, വഞ്ചനപ്പെടാതിരിപ്പിൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. നാം വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. അപ്പോൾ വിതയ്ക്കുന്നത് നാം എന്താണ് വിതയ്ക്കുന്നത് അത് നാം കൊയ്യും. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. അതുകൊണ്ട് ഗലാത്യ ലേഖനത്തിൽ 6:4 വാക്യത്തിൽ പറയുകയാണ്, ഓരോരുത്തൻ താൻ്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ. അപ്പോൾ ഓരോ ദിവസവും രാവിലെ നാം ഓർക്കുമ്പോൾ നമ്മൾ വിതയ്ക്കുന്നവൻ അറിഞ്ഞിരിക്കേണ്ട 4 പ്രധാന സത്യങ്ങളുണ്ട്. അത് നാം മനസ്സിലാക്കുകയും നമ്മുടെ പ്രവൃത്തി നാം ശോധന ചെയ്തുകൊണ്ട് ഇന്ന് ഞാൻ എന്താണ് വിതയ്ക്കുന്നതെന്ന് ഓർത്തുകൊണ്ട് നാം വിതയ്ക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് ആ 4 പോയിൻ്റുകൾ ഒന്നും കൂടെ ഒന്ന് ചിന്തിക്കാം. ഒന്നാമതായിട്ട്, കൊയ്യുവാൻ വേണ്ടിയാണ് നാം വിതയ്ക്കുന്നത്, അഥവാ വിതയ്ക്കുന്ന വ്യക്തി കൊയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. രണ്ടാമതായിട്ട്, വിതയ്ക്കുമ്പോൾ ഏത് വിത്ത് വിതച്ചുവോ അതിൻ്റെ തന്നെ ഫലം കൊയ്യും. മൂന്നാമതായിട്ട്, വിതയ്ക്കുന്നതിലധികം കൊയ്യും. നാലാമതായിട്ട്, വിത്ത് ഏതെന്ന് അറിയുവാൻ പാടില്ലാതെ വന്നാലും നാം വിതച്ചത് കൊയ്തേ മതിയാകുകയുള്ളൂ.
ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം നല്ല പ്രവൃത്തി മാത്രം ചെയ്യുവാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഓരോ ദിവസവും നമ്മുടെ പ്രവൃത്തി ശോധന ചെയ്യുവാൻ, നാം വിതയ്ക്കുന്നത് എന്താണെന്ന് ശോധന ചെയ്തുകൊണ്ട് ഈ ലോകത്തിൽ ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.